വചനമൊഴി ജൂലൈ 23. വചനഭാഗം 1 കോരിന്തോസ് 7:1-7, മത്തായിയുടെ സുവിശേഷം 19:3-12. ഇന്ന് തിരുവചനത്തിൽ വിവാഹത്തിൻ്റെ പാവനതയെക്കുറിച്ചാണ് പറയുന്നത്. സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് വിവാഹത്തെക്കുറിച്ച് ഈശോ നൽകുന്ന പ്രബോധനമാണ്. ഈശോയെ പരീക്ഷിക്കുവാനായി ചില ഫരീസേയർ ഈശോയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, ഏതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമോ? ഈശോ അസന്നിഗ്ധമായി പറയുന്നു, അല്ല. വിവാഹം ദൈവിക പദ്ധതിയാണ്. മനുഷ്യൻ സ്ത്രീയും പുരുഷനുമായിരിക്കുക എന്നത് ദൈവിക പദ്ധതിയായിരിക്കുന്നത് പോലെ സ്ത്രീയും പുരുഷനും ഒന്നായി ഒരു കുടുംബമായി മാറുക എന്നതും ദൈവിക പദ്ധതിയാണ് എന്ന് ഈശോ പറയുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലും പരിപാലനത്തിലും പങ്കാളിയാകുന്നതിന് ദൈവം നൽകുന്ന വിളിയാണ് വിവാഹവും കുടുംബജീവിതവും. മോശയിലൂടെ നൽകിയിരുന്ന ആനുകൂല്യത്തെ മനുഷ്യന്റെ പാപകരമായ പ്രകൃതി മൂലം നൽകിയതാണെന്നും ആദ്യം മുതലേ അങ്ങനെ അല്ലായിരുന്നെന്നും ഈശോ വ്യക്തമാക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ആ ആനുകൂല്യത്തെ ആധികാരികമായി നിരാകരിക്കുകയാണ്. കുടുംബത്തിൻ്റെ പാവനതയും സമഗ്രതയും കാത്തുപാലിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കോരിന്തോസിലെ സഭയ്ക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിലൂടെ വിവാഹത്തിൻ്റെ കടമയെക്കുറിച്ചും പരിശുദ്ധിയെക്കുറിച്ചുമാണ് പറയുന്നത്. വിവാഹ ജീവിതത്തിൻ്റെ കടമകൾ നിറവേറ്റുന്നതിന് ഭർത്താവിനും ഭാര്യയ്ക്കും ഉത്തരവാദിത്തങ്ങൾ തുല്യമാണ് എന്ന്, പരസ്പരം പൂരകങ്ങളായി വർത്തിക്കേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്നും ശ്ലീഹ പറയുന്നു. കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.